ജസിയയെ മറന്നുപോയോ? ജസിയ ആഷിഖിനെയും. അത്ര പെട്ടെന്നൊന്നും ആർക്കും മറന്നു കളയാവുന്ന രണ്ട് വ്യക്തികളല്ല ഇവർ. ജീവിതത്തിൽ ഒട്ടേറെ ദുരിതങ്ങൾ അനുഭവിച്ച് അതിനെ ചങ്കുറപ്പോടെ നേരിട്ട ആഷിഖിനെ ഒരിക്കലും തന്നെ മറക്കാൻ കഴിയില്ല. ജസിയയുമായുള്ള വിവാഹം കഴിഞ്ഞതിന് ശേഷം മാസങ്ങൾ കഴിഞ്ഞപ്പോഴും ജസിയ രോഗബാധിതയായി. അതിനുശേഷമാണ് ജസിയ ആഷിഖിനെ സർവരും അറിഞ്ഞത്. ചികിത്സാ ചെലവിനായി ജനങ്ങളോട് സംസാരിക്കുന്ന രീതിയിലായിരുന്നു ആദ്യമായി ജസിയയെ എല്ലാവരും അറിഞ്ഞത്. പിന്നീട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയും അത് വളരെ പെട്ടെന്നാണ് ജനമനസ്സുകൾ ഏറ്റെടുത്തത്. അങ്ങനെ ഇരിക്കെയാണ് ജസിയയെ വീണ്ടും ക്യാൻസർ വരിഞ്ഞു മുറുക്കിയത്. ആ സന്ദർഭങ്ങളെല്ലാം അത്ര പെട്ടെന്നൊന്നും ആർക്കും മറന്നു കളയാൻ കഴിയില്ല. തൻ്റെ ഭാര്യയെ ഏതൊരവസ്ഥയിലും വിടാതെ ചേർത്ത് പിടിച്ച ആഷിഖ് എന്ന ഈ മഹാമനസ്സിൻ്റെ ഉടമയെ എന്തു പറഞ്ഞ് പുകഴ്ത്തിയാലും അത് ആഷിഖ് സഹിച്ച ത്യാഗത്തിന് മതിയാവുന്ന തരത്തിലാവില്ല. ഇവിടെ എത്രയോ പേരാണ് ഈയിടക്ക് സൗന്ദര്യത്തിൻ്റെ പേരിൽ സ്വന്തം ഭാര്യമാരെ കുത്തിനോവിച്ചുകൊണ്ട് അവരെ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കി മാറ്റിയത്. ജസിയയെ ആഷിഖ് പ്രണയിച്ച് വിവാഹം കഴിക്കുമ്പോൾ ജസിയ സുന്ദരിയായ ഒരു കുട്ടിയായിരുന്നു. പിന്നീട് ക്യാൻസർ ബാധിച്ചപ്പോൾ ജസിയയുടെ ചേലും കോലമെല്ലാം പോയി. അപ്പോഴും അവളെ ചേർത്ത് പിടിച്ച ഈ മഹാമനസ്സിനുടമയെ സ്വന്തം ഭാര്യയുടെ സൗന്ദര്യം പറഞ്ഞ് അവരുടെ ജീവിതം തന്നെ തുലച്ചവർ കണ്ടു മനസ്സിലാക്കേണ്ടതാണ്. അത്രയേറെ ത്യാഗങ്ങളാണ് ആഷിഖ് തൻ്റെ ജീവിതത്തിൽ തൻ്റെ ഭാര്യയ്ക്കുണ്ടായ അസുഖം മൂലം സഹിച്ചത്. അവസാന നേരത്ത് ചികിത്സാ ചിലവിന് വേണ്ടി വീണ്ടും നമ്മുടെ മുമ്പിൽ തൻ്റെ വിഷമം തുറന്നു പറഞ്ഞ ആഷിഖിൻ്റെ മുഖം കണ്ടവർക്കെല്ലാം അറിയാം ആ മനസ്സിൽ എത്രയേറെ വിഷമമാണ് തളം കെട്ടി നിന്നതെന്ന്. ജസിയയുടെ മരണശേഷവും ജസിയയുടെ ഉമ്മയെ സംരക്ഷിച്ചതും ആഷിഖ് തന്നെ. ജസിയയുടെ ഏറ്റവും വലിയ ആഗ്രഹമായ തൻ്റെ ഉമ്മക്കൊരു വീടുണ്ടാക്കി നൽകണമെന്നുള്ള ആവശ്യവും നിറവേറ്റിക്കൊടുത്ത ഈ ആഷിഖ് എന്ന ചെറുപ്പക്കാരൻ തൻ്റെ സ്വന്തം ഉമ്മയെപ്പോലെ തന്നെ മരണപ്പെട്ട തൻ്റെ ഭാര്യയുടെ ഉമ്മയെയും ചേർത്ത് പിടിച്ചതും കണ്ടുനിന്നവർക്കെല്ലാം അത്ഭുതം തന്നെയാണ് നൽകിയത്. അതെന്തെന്നാൽ സ്വന്തം ഭാര്യയ്ക്ക് അസുഖമുണ്ടെന്നറിഞ്ഞാൽ തന്നെ അവളെ തലയിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുന്ന പലരും ഇപ്പോഴും നമ്മുടെ ഇടയിലുണ്ട്. കൂടാതെ അസുഖബാധിതയായ ഭാര്യ സൗന്ദര്യം ക്ഷയിച്ചവളായാലും എങ്ങനെയാണ് ഒരു ഭർത്താവ് വീണ്ടും ആ ഭാര്യയെ ഈ കാലത്ത് ചേർത്ത് പിടിക്കുവാനുള്ള മാനസിക നിലയിലെത്തുന്നത്? ഈ കാലഘട്ടത്തിൽ നമ്മുടെ ആഷിഖിനെ പോലുള്ളൊരു യുവാവിനെ കാണുന്നത് അപൂർവ കാഴ്ചകളിലൊന്നാണ്. ജസിയയുടെ മരണത്തിന് ശേഷവും ആഷിഖിന് ഹോസ്പിറ്റൽ വിട്ടിറങ്ങാൻ സമയമുണ്ടായിരുന്നില്ല. തൻ്റെ ഉമ്മയുമായും നിരന്തരം വീണ്ടും ഹോസ്പിറ്റൽ കയറിയിറങ്ങലായിരുന്നു ആഷിഖിൻ്റെ ജോലി. അള്ളാഹു ജീവിതത്തിൽ അവൻ ഇഷ്ടപ്പെടുന്നവർക്ക് പലതരത്തിലുള്ള വിഷമങ്ങൾ നൽകുന്നത് അതിയായി അവനിലേക്ക് തന്നെ വീണ്ടും അടുത്തുകൊണ്ടിരിക്കാനാണ്. ആഷിഖും പറഞ്ഞത് അള്ളാഹു ഇതിന് ഒരു നല്ല ദിവസം വരുത്തും എന്നതാണ്. അങ്ങനെയിരിക്കെ നമ്മുടെ ആഷിഖിൻ്റെ നിക്കാഹ് കഴിഞ്ഞു എന്നുള്ള വാർത്ത ആഷിഖ് തന്നെ തൻ്റെ സ്വന്തം ചാനലിൽ പങ്കുവച്ചു. ജസിയയുടെ വേർപാടിന് ശേഷം ആഷിഖ് എന്ന ഈ യുവാവിനെ കാണുമ്പോൾ തന്നെ അവൻ്റെ ഉള്ളിൽ ജസിയയുടെ വേർപാട് എത്ര വലിയ വേദനയാണ് നൽകിയത് എന്ന് വ്യക്തമായി ആഷിഖിൻ്റെ മുഖത്ത് തന്നെ ഉണ്ടായിരുന്നു. ജീവിതം ആരംഭിച്ചത് മുതൽ അവസാനം വരേക്കും തന്നെ വലിയ ത്യാഗങ്ങളും പ്രതിസന്ധിയുമാണ് ഈ ചെറുപ്പക്കാരന് കൂട്ടായി ഉണ്ടായിരുന്നത്. ആഷിഖിൻ്റെ ഈ മനസ്സറിയുന്ന ഓരോ ആളുകൾക്കും ആഷിഖിനെ അത്ര പെട്ടെന്നൊന്നും മറന്നു കളയാൻ കഴിയില്ല. ആ സ്നേഹത്തിൽ പങ്കുചേരാൻ ടെസ്നിമോൾക്ക് ലഭിച്ച ഈ അവസരവും അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹമായി തന്നെ ആ കുട്ടി കാണേണ്ടതാണ്. കാരണം ഏതൊരു പെണ്ണും കൊതിച്ചു പോകും ആഷിഖിനെ പോലൊരു യുവാവിൻ്റെ ഭാര്യയായി ജീവിക്കുവാൻ. അത്രയേറെയായിരുന്നു രോഗശയ്യയിലായിട്ടും നിറം കറുത്തു പോയിട്ടും തൻ്റെ ഭാര്യയെ ഒരു വാക്കുകൊണ്ടുപോലും നോവിക്കാതെ അവസാനം വരെ തന്നെ മാറോടണച്ച ഈ ചെറുപ്പക്കാരൻ്റെ സ്വഭാവശുദ്ധി ഇതേതൊരു പെണ്ണും ആഗ്രഹിക്കുന്നത് തന്നെ. ടെസ്നി എന്ന് പേരുള്ള ആഷിഖിൻ്റെ ഭാര്യയ്ക്ക് കിട്ടിയത് ഒരു വില നിശ്ചയിക്കാൻ പോലും കഴിയാത്ത അത്ര വലിയ സമ്മാനം തന്നെയാണ്. ആ വലിയ സമ്മാനം നമ്മുടെ ആഷിഖിൻ്റെ സ്നേഹം നിറഞ്ഞ മനസ്സ് തന്നെയാണ്. ഇതിലും വലിയൊരു സമ്മാനം ഒരു പെണ്ണിന് വേറെന്താണ് ലഭിക്കാനുള്ളത്? അത് ആഷിഖും ജസിയയും തമ്മിലുണ്ടായ ജീവിതം കണ്ടു തീർത്തവർക്കെല്ലാവർക്കും തന്നെ കണ്ണടച്ച് സമ്മതിക്കുവാനും പറ്റും. അത്ര വ്യക്തമായിരുന്നു ഇരുവരുടെയും ഉള്ളിലുണ്ടായ സ്നേഹവും കരുതലും. ഈ മുത്തിനെ ലഭിച്ച ആ പെൺകുട്ടിയും വലിയ ഭാഗ്യം ചെയ്തവൾ തന്നെ. ആഷിഖിൻ്റെ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങൾ കഴിഞ്ഞെങ്കിലും ഇപ്പോൾ പുതിയൊരു ജീവിതത്തിലേക്ക് കടന്നു പോകുന്ന ആഷിഖിന് ഇനിയെന്നും സന്തോഷം മാത്രം നിലനിൽക്കട്ടെ. ജസിയ ഒരിക്കലും കാണാതെ മറിഞ്ഞുപോയ തൻ്റെ ആഗ്രഹമായ
തൻ്റെ ഉമ്മാക്കുള്ള വീട് നിർമ്മിച്ചു നൽകി. വീടിൻ്റെ കുടിയിരിക്കലോട് ബന്ധപ്പെട്ട് ആഷിഖ് ജസിയയുടെ അവസാന ആഗ്രഹമായ വീടിനെക്കുറിച്ചും തൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ ആഷിഖ് ജസിയയുടെ ഓർമ്മക്കായി ചെയ്തു വെക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചെല്ലാം പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആ ആഷിഖിൻ്റെ ഒരിക്കലും മടങ്ങാത്ത ജസിയയോടുള്ള സ്നേഹം നിറഞ്ഞ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. പരിപാടികളും കാര്യങ്ങളൊന്നുമില്ല. കാരണം റജബ് 24, അതായത് ഈ മാസം തന്നെ എൻ്റെ ജെസ്സിൻ്റെ ആണ്ടാണ്. ഞങ്ങളുടെ ഏറ്റവും വലിയ ഡ്രീമായിരുന്നു, അവളുടെ ആണെങ്കിലും ഞങ്ങളുടെ ആണെങ്കിലും എല്ലാവരുടെയും ഡ്രീമാണ് എന്താണ് സ്വന്തമായിട്ടൊരു വീട്. അവളുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളും എന്താ പറയുക, അവസാന സമയത്ത് പോലും എന്നോട് പറഞ്ഞത് ഉമ്മാക്കൊരു വീട് വെക്കണം എന്നുള്ള ഇതാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അത് എന്നെക്കൊണ്ട് സാധിച്ചു, നമ്മളെക്കൊണ്ട് സാധിച്ചു, എന്നെക്കൊണ്ട് തന്നെ നമ്മളെക്കൊണ്ട് സാധിച്ചു, അൽഹംദുലില്ലാഹ്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ കൂടിയിരിക്കുന്നത്, അതായത് കൂടിയിരിക്കൽ പിന്നെ ആണ്ടിൻ്റെ മുമ്പ് തീർക്കണമെന്ന്, വീട് പണി തീർത്ത് ഉമ്മാനെ സേഫാക്കണമെന്ന് എൻ്റെ ആഗ്രഹമായിരുന്നു. അതെന്തായാലും ഇൻഷാ അല്ലാഹ് നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ വീടിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ 4 പുറം മതിലാണ് വരുന്നത്. ഇത് വരുന്നത് 53-ാം മൈലിൽ, കരിങ്കലത്താണ് 53-ാം മൈലിൽ കുന്നുംപുറം എന്ന സ്ഥലത്താണ് നമ്മൾ വീട് നിൽക്കുന്നത്. അപ്പം നമ്മുടെ വീടിൻ്റെ റോഡാണിത്. അപ്പോൾ ഇതാ ഞാൻ വീട് കാണിക്കാൻ പോവുകയാണ്. നല്ല രീതിയിൽ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ മുന്നിൽ തന്നെ ഗേറ്റ് വരുന്നുണ്ട്. ഈ ഗേറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് റെയിൽ ഗേറ്റ് പോലെയാണ്. അതായത് ഇവിടുന്ന് ഇങ്ങനെ തള്ളി കഴിഞ്ഞാൽ ഇങ്ങനെ പോകും. ഇവിടെ ഒരു ഡോറാണ് വരുന്നത്, കണ്ട വണ്ടി ഗേറ്റിൻ്റെ രൂപത്തിലാണ് വരുന്നത്. അതേപോലെ കയറി വരുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞതാണ് ജസിയ മൻസിൽ, നമ്മുടെ വീടിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആക്കണം എന്ന് ഞാൻ പറഞ്ഞത്. ജസിയ മൻസിൽ ബോർഡ് അവിടെ ഒന്ന് വെച്ചിട്ടുണ്ട്. ഇതേപോലെ ഒരു ബോർഡിന് അവിടെ ഒന്ന് വെക്കാനുണ്ട്. അത് ഇൻഷാ അല്ലാഹ് വെക്കുന്നതിൽ സമയം കിട്ടാത്തതുകൊണ്ടാണ്. കാരണം ഇത്രയും പെട്ടെന്ന് നമ്മൾ തീർക്കുമ്പോൾ അതിൻ്റേതായ ചെറിയ ചെറിയ കുറവുകളുണ്ടാവും. ഇൻഷാ അല്ലാഹ് അപ്പോൾ നമ്മളതൊന്ന് വെക്കും. ഓക്കെ. അപ്പോൾ വീടിൻ്റെ 4 പുറം ഞാൻ കാണിച്ചാൽ ഇവിടെ ഒരു പൈപ്പ് ഇവിടെ ആയിരുന്നു കുഴൽക്കിണർ, പക്ഷെ അത് കാണൂല, അടിച്ച് വാരിയതാണ് ഇന്നലെ. പക്ഷേ 4 പുറം മരങ്ങളും കാര്യങ്ങളായതുകൊണ്ട് ഇങ്ങനെ വന്നതാണ്. ഉമ്മ ഉള്ളിൽ ചെറിയ ചെറിയ പണികളിലാണ്. ഇവിടെ ഒരു പൈപ്പ് വരുന്നുണ്ട്, ഇത് കുഴൽക്കിണർ കാര്യങ്ങൾ. ഇതാണ് നമ്മൾ എക്സ്ട്രാ എടുത്ത വർക്ക്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. നമ്മൾ ഇത്രയും മനോഹരമാക്കി തന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ കോൺട്രാക്ടർ ഉനൈസാണ്, ഉനൈസ് ചെത്തല്ലൂർ ആസ്പറാണ്. അവർ നമ്മൾ എന്താ പറയുക, അവർക്ക് കൊടുക്കുമ്പോൾ ഇത്രത്തോളം മനോഹരമാക്കുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഇതിൻ്റെ കോസ്റ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അടുത്തൊരു വീഡിയോ ഞാൻ ചെയ്തു തരുന്നുണ്ട്. നമുക്ക് മാക്സിമം റേറ്റ് കുറച്ച് ചെയ്യാവുന്നതാണ്. പക്ഷെ നമുക്ക് ചിലവ് വന്നിട്ടുണ്ട്. സ്ഥലം വാങ്ങി വീട് വെച്ചിരിക്കാൻ വെള്ളമോ കാര്യങ്ങളൊന്നും നമുക്ക് ഉണ്ടാകുന്നില്ല. അതിൻ്റെതായ ചിലവുകൾ നമുക്കുണ്ട്. എക്സ്ട്രാ വർക്കുകളും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതാണ്ടോ ഈ ചെടികളൊന്നും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഈ ചെടി ഇന്നലെ വെച്ചിട്ടുള്ളതാണ്. ഓക്കെ. അതേപോലെ അതിലും അതേപോലെ മുന്നിൽ ഇങ്ങനെ ടൈലാണ്, ബാക്കിയുള്ള ഭാഗത്ത് പെയിൻറ്റ് ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ഒരു ചെടി എക്സ്ട്രാ വന്നപ്പോൾ നമ്മൾ സൈഡിൽ വെച്ചതാണ് ഈ ചെടി. ഓക്കെ. ഞാൻ പുറം ആദ്യം കാണിച്ചു തരാം, എന്നിട്ട് അകത്തേക്ക് കയറട്ടോ. സിറ്റ് ഔട്ട് ജസ്റ്റ് കാണിക്കാം. സിറ്റ് ഔട്ടിൽ വന്നിട്ട് ചെയർ ഇവിടെ ഒന്നുണ്ട്, അത് ഞാൻ പെട്ട് കാണിച്ചു തരാം. ഓക്കെ. അത് നമുക്ക് പുറം ഒന്ന് കാണാം. ഓക്കെ. പുറത്ത് പിന്നിൽ വന്നിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഒരുപാട് സാധനങ്ങൾ കിടക്കുന്നുണ്ട്. വേറെ ഒന്നുമല്ല, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള വിറകുകളാണ്, ഇവിടുത്തെ മരം വെട്ടീൻ്റെ വിറകുകളാണ്. അത് നമുക്കൊന്ന് ക്ലിയർ ചെയ്യാണ്ട്, ക്ലിയറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെട്ടി അടുക്കി വെക്കേണ്ട ഒരു ഇതാക്കണം. ഒരു ഭാര്യയെ ഒരു ഭർത്താവ് എത്തരത്തിൽ സംരക്ഷിക്കണം, സ്നേഹിക്കണം, അവളെ ചേർത്ത് പിടിക്കണം എന്നുള്ളതിനുള്ള ഉത്തമ മാതൃകയാണ് നമ്മുടെ ആഷിഖ്. തൻ്റെ ഭാര്യ അവസാന വേളയിൽ തന്നോട് പറഞ്ഞ ആ കാര്യങ്ങൾ ഒരിക്കലും മറക്കാതെയും അതിൽ നിന്ന് വിട്ടുപോകാതെയും ത്യാഗങ്ങൾ സഹിച്ചും ഈ ചെറുപ്പക്കാരെ നിറവേറ്റി കാണിച്ചു കൊടുത്തത്, ആഷിഖ് തൻ്റെ ഭാര്യയ്ക്ക് നൽകിയ വാക്ക് നിറവേറ്റിയതും, ജസിയയെ എത്രത്തോളമാണ് ആഷിഖ് സ്നേഹിച്ചിരുന്നത് എന്നുള്ളതിനുള്ള ഉത്തമ ഉദാഹരണമാണ്. ആരും കൊതിച്ചു പോകും നിന്നെപ്പോലൊരു ഭർത്താവിനെ ലഭിക്കാനും, നിന്നെപ്പോലൊരു മരുമകനെ ലഭിക്കാനും, നിന്നെപ്പോലൊരു മകനെ ലഭിക്കാനും, നിനക്ക് മാത്രമുള്ള ഇത്തരമൊരു മനസ്സ് ലഭിക്കാനും. എന്നും നിനക്ക് ജീവിതത്തിൽ നല്ലതുണ്ടാവട്ടെ. ഒരു 100 കൊല്ലം തൻ്റെ ഭാര്യയുമായി സന്തോഷത്തിൽ ജീവിക്കുവാനുള്ള തൗഫീക്ക് അല്ലാഹു തആല നിനക്ക് ഏറ്റി നൽകട്ടെ. ജീവിതത്തിൽ ഒരിക്കലും നിന്നെ മറക്കില്ല പൊന്നെ.